മെത്രാന്മാർക്കും പുരോഹിതർക്കും രാഷ്ട്രീയം ആകാമോ? ഈ വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും അവരും ഈ രാജ്യത്തിൻ്റെ പൗരർ എന്ന നിലയിൽ രാഷ്ട്രീയം ആകാം. ഒരു മനുഷ്യനെന്ന് പറയുന്നത് രണ്ട് തലങ്ങളിലാണ് ഉള്ളത്. ഒന്ന് ആത്മീയൻ, രണ്ടാമത്തേത് ഭൗതികൻ. ഈ രണ്ട് തലങ്ങളും കൂടെ കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുക. ഈ പൂർണ്ണനായ മനുഷ്യന് ആത്മീയവും വേണം, ഭൗതികവും വേണം. പരിശുദ്ധ സഭയെന്ന് പറയുന്നത് ആത്മീയതയിൽ മാത്രം രൂപപ്പെട്ടതല്ല, അത് ഭൗതികതയിൽ കൂടി രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ഈ ലോകത്ത് രൂപം പ്രാപിച്ചത്, ജനിച്ചത്. ആത്മീയത മാത്രമായിരുന്നെങ്കിൽ അത് മറ്റൊരു ലോകമാകുമായിരുന്നു. എന്നാൽ പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ആത്മീയതയും ഭൗതികതയോടും കൂടിയിട്ടുള്ളതാണ്. എന്നാൽ ഈ സഭയുടെ ആത്മീയ പിതാക്കന്മാർക്ക്, പുരോഹിതർക്ക് രാഷ്ട്രീയമാകാമോ എന്നുള്ളതാണ്. രാഷ്ട്രീയമാകാമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ കക്ഷി രാഷ്ട്രീയമാകാമോ? ഒരിക്കലും പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും വക്താക്കളോ അടിമകളോ ആകാൻ പാടില്ലാത്തവരാണ് മെത്രാന്മാരും പുരോഹിതരും. കാരണം അവർ ദൈവജനത്തെ ആത്മീയതയിൽ നയിക്കുന്നത് പോലെ തന്നെ ഭൗതിക കാര്യങ്ങൾക്കു വേണ്ടിയും നയിക്കാൻ ബാധ്യസ്ഥരാണ്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അവരെ നേർവഴിക്ക് നയിക്കേണ്ട വ്യക്തികളാണ് മെത്രാന്മാരും പുരോഹിതരും. അതാണ് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് രാഷ്ട്രത്തെയും സഭയെയും ഐക്യത്തിൽ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതാത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച്, ഭരണഘടനയനുസരിച്ച് സഭ അതിന് വിധേയപ്പെട്ടു തന്നെയാണ് പോവുക. എന്നാൽ അടിമത്തത്തിലല്ല. കാനൂനിക നിയമം എന്ന് പറയുന്നത് സഭയുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രാജ്യത്തിൻ്റെ നിയമമാകട്ടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ മെത്രാന്മാരും പുരോഹിതരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളോ അടിമകളോ ആയിരിക്കാൻ പാടില്ല. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്താനും അവർക്ക് അവകാശമില്ല. അത് അവരോടും ആത്മീയതയോടും ഭൗതികയോടും കാണിക്കുന്ന വലിയ തിന്മയാണ്. ഒരു വലിയ ജനസമൂഹം തിരഞ്ഞെടുത്തു വിട്ട ഒരു ഭരണത്തെ അധിക്ഷേപിക്കാനോ ആ രാഷ്ട്രീയ പാർട്ടിയെ തെറ്റായ രീതി വ്യാഖ്യാനിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനോ ഉള്ള അധികാരം ഈ മെത്രാന്മാർക്കോ പുരോഹിതർക്കോ ഇല്ല. കാരണം ജനം തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വിട്ട ഒരു സമൂഹമാണത്, ഒരു ഭരണ സമൂഹമാണത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യാം. ഇതാണ് പുരോഹിതർ ചെയ്യേണ്ടത്. അല്ലാതെ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ ഞങ്ങൾ ജനിച്ചു വളർന്നത് ഇന്ന രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുക എന്നുള്ളതല്ല പൗരോഹിത്യ ശുശ്രൂഷയുടെ കടമയെന്ന് പറയുന്നത്. ഇവർ കുടുംബത്തെയും രാഷ്ട്രീയത്തെയും അവരുടെ അധികാരങ്ങളെയും മോഹങ്ങളെയും എല്ലാം വിട്ടിട്ട് യേശുവിനെ ശുശ്രൂഷിക്കാൻ, യേശുവിലൂടെ സഭയുടെ സന്താനങ്ങളായ ഓരോ വിശ്വാസികളെയും ശുശ്രൂഷിക്കാൻ സ്വയം മാറ്റി നിർത്തപ്പെട്ടവരാണ്. അപ്പോൾ അവർ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും ഒരു മതവിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ എതിര് നിൽക്കുന്നതല്ല ക്രൈസ്തവം എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക്
അവർ സമൂഹത്തിൽ നൽകുന്ന നന്മകളെ നമ്മൾ കാണാതെ പോകരുത്. അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നതായ ജനവിരുദ്ധ നയങ്ങളെയും കാണാതെ പോകരുത്. രണ്ടാമത്, എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ക്രൈസ്തവ വിശ്വാസി മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ കാലം തൊട്ട്, സഭയുടെ ഉദ്ഘാടന കാലം തൊട്ട് ഇന്ന് വരെ സഭ എല്ലാ സമയവും പീഡനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ആരോപിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 10-60 വർഷം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ കാലത്തും അതിക്രൂരമായ പീഡനങ്ങൾ ക്രൈസ്തവർ നേരിട്ടിട്ടുണ്ട്. അത് സഭയുടെ വളർച്ചയ്ക്കും മാനസാന്തരത്തിനും അനുരഞ്ജനത്തിനുമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് അവിടങ്ങളിലൊക്കെ സഭ വളരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ മനുഷ്യരെ കൊല്ലുന്നത് ഒരു വലിയായിട്ട് കരുതുന്ന ഒരു സമൂഹത്തിൽ, വംശഹത്യ നടത്തുന്ന ഒരു സമൂഹത്തെയും മതപരിവർത്തനത്തിൻ്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങളെയും പ്രാദേശിക വിഷയങ്ങളെയും ഒരുപോലെ കാണരുത്. അങ്ങനെ ഒരുപോലെ കാണുന്നതാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും, പ്രത്യേകിച്ച് സഭയുടെ ആത്മീയ പിതാക്കന്മാർ, വിവേകത്തോടും വിവേചനത്തോടും വേണം തങ്ങളുടെ മക്കളെ നയിക്കാനായിട്ട്. തങ്ങളുടെ ശുശ്രൂഷാ മേഖലയിൽ എന്തൊക്കെ പരാജയങ്ങളാണോ കുറവുകളാണോ സംഭവിക്കുന്നത് അത് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് ആ സമൂഹവുമായി ഒരു ബന്ധം പുലർത്താനായിട്ട് സാധിക്കണം. വിദ്യാഭ്യാസം വെറും ഭൗതിക കാര്യങ്ങൾ മാത്രം ഊന്നൽ നൽകുന്നതായിരിക്കരുത് ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.